ഹായ് ഓൾ, ഞാൻ പുതിയൊരു ഡ്രാമ റെക്കമെൻഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഓൺഗോയിങ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ് വി ആർ ഓൾ ട്രൈങ് ഹിയർ എന്നാണ് ഡ്രാമയുടെ പേര്. സോ ഇതിൽ മെയിൻ ലീഡ്സ് എന്ന് പറയുന്നത് ഹ്വാങ് ദോങ്മൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറും അതുപോലെ തന്നെ ബ്യോൻ ഉന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇതിൽ ഓരോ പുതിയ എപ്പിസോഡ് വരുമ്പോഴും ഒരേപോലെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയും അതുപോലെ തന്നെ ആങ്ഷ്യസ് ആയിട്ട് ഞാൻ കാത്തിരിക്കുന്ന വേറൊരു ഡ്രാമ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ബിക്കോസ് ദ ട്രൂത്ത് ഹിറ്റ്സ് യു റിയലി ഹാർഡ്. ഈ ഒരു ഡ്രാമേനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ടിപ്പിക്കൽ ഹീറോ വില്ലൻ അല്ലെങ്കിൽ ഒരു ആൻറ്റഗോണിസ്റ്റ് പ്രോട്ടഗോണിസ്റ്റ് ടൈപ്പ് ഓഫ് ഡ്രാമയല്ല. ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല. ആളുടേതായ എല്ലാവിധ ഫ്ലോസ് ഉള്ളൊരു ക്യാരക്ടറാണ് ഇതിലുള്ളത്. പറഞ്ഞ പോലെ ഹ്വാങ് ദോങ്മൻ എന്ന ക്യാരക്ടറിന് അദ്ദേഹത്തിൻ്റേതായ എല്ലാവിധ സ്ട്രെങ്ത്തും ഫ്ലോസും ഉണ്ട്. ഓരോ സമയത്തും ചില സമയത്ത് ആളെ കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആവും തോന്നുക, ചില സമയത്ത് ആളെ കാണുമ്പോൾ ഭയങ്കര ഒരു അഡോറബിൾ ആയിട്ടാണ് തോന്നുക. അങ്ങനെ ഓരോ സമയത്തും ഓരോ പോലെയാണ് തോന്നുക. സോ നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് എല്ലാ ടൈമിലും പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റില്ല, അത് ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രാമ അത്രത്തോളം റിലേറ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലെ ഹ്വാങ് ദോങ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഒരു ഡയറക്ടറാണ്. ആള് 20 വർഷം 20 ഇയേഴ്സ് ഡീബട്ട് കഴിഞ്ഞിട്ട് 20 ഇയേഴ്സ് ആയിട്ടും ഒരു മൂവി പോലും ഇറക്കാനും അതുപോലെ തന്നെ സക്സസ്ഫുൾ ആവാനും പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഇതിലെ ഹ്വാങ് ദോങ്മൻ്റെ ചുറ്റുമുള്ള ആളുടെ എല്ലാ ഫ്രണ്ട്സും സക്സസ്ഫുൾ ആയിട്ടും ആൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ ഫ്രസ്ട്രേഷനും ആങ്സൈറ്റിയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. ഇതിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ ആൾ തീർക്കുന്നത് തൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് തന്നെയാണ്. ആ ഒരു എൻവി, ആൾക്ക് തോന്നുന്ന ഒരു എൻവി ആൾ തൻ്റെ ഫ്രണ്ട്സിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടർ, ഈ ഹ്വാങ് ദോങ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എല്ലാവർക്കും ആയി തോന്നണമെന്നില്ല. ആളുടെ ബിഹേവിയേഴ്സ് എല്ലാം എല്ലാവർക്കും ആയി തോന്നുന്നില്ല. ആൾ സക്സസ്ഫുള്ളായ തൻ്റെ ഫ്രണ്ട്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് ആളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീബട്ടായിട്ട് 20 ഇയേഴ്സ് ആയി എന്നിട്ടും സക്സസ്ഫുൾ ആവുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്രസ്ട്രേഷൻ എന്തായാലും ആൾക്ക് ഉണ്ടാവും. ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ബ്യോൻ ഉന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണുന്നത്. അദ്ദേഹത്തെ പോലെ തന്നെ ലോസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ബ്യോൻ ഉനയുടെ ക്യാരക്ടറും. ഉന എന്നുള്ള ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ഡ്രാമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊരു ഡാർക്ക് കോമഡി, റിലേറ്റബിൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമാസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ഡ്രാമ. ഞാൻ പറഞ്ഞ പോലെ ഈ ഡ്രാമ ഓൺഗോയിങ് ആണ്. 6 എപ്പിസോഡ്സേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ.